ഗസ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതിയിൽ ഏറ്റവും എതിർപ്പറിയിച്ചത് ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ ആയിരുന്നു. കഴിഞ്ഞയാഴ്ച നടന്ന 10 മണിക്കൂർ നീണ്ട സുരക്ഷാ ക്യാബിനറ്റിൽ ഭരണകൂട പദ്ധതിയെ ശക്തിയുക്തം അദ്ദേഹം എതിർത്തു. ഗസയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിക്കുവാനുള്ള നീക്കത്തെയും ഇയാൾ കാരണങ്ങൾ നിരത്തി ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ സൈന്യത്തിന്റെ എതിർപ്പുകളെല്ലാം മറികടന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു നെതന്യാഹു. ഇപ്പോഴിതാ IDF മേധാവിയുടെ ചുവട് പിടിച്ച കൂടുതൽ സൈനികർ പരസ്യമായി എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യോമ സൈനികരും മുൻ IDF തലവനുൾപ്പെടെയുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 200-ലേറെ സൈനികരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഗസ പദ്ധതിയെ എതിർത്താണ് സൈനികരുടെ പ്രതിഷേധം. ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ അസാധാരണമായ സംഭവമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആസ്ഥാനത്തേക്കാണ് ഗസയിലെ പുതിയ സൈനിക ഓപ്പറേഷനിൽ പ്രതിഷേധിച്ച് 100 കണക്കിന് റിസർവ് റിട്ടയർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥർ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഗസയിൽ ആക്രമണം കടുപ്പിക്കുവാനുള്ള തീരുമാനം പിൻവലിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകണമെന്നാണ് സൈനികർ ആവശ്യപ്പെടുന്നത്. മുൻ IDF തലവൻ ഡാൻ ഹലൂട്സ്, മേജർ ജനറൽ നിംറോദ് ഷെഫർ, ബ്രിഗേഡിയർ ജനറൽ അസഫ് അക്മാൻ, മേജർ ജനറൽ ഗിൽ റഗവെ, ബ്രിഗേഡിയർ ജനറൽ റെലീഖ് ഷഫീർ, അമീർ ഹാസ്കൽ എന്നിവർ ഉൾപ്പെട്ട പ്രമുഖ വ്യക്തികളാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നതെന്നാണ് റിപ്പോർട്ട്. കിറിയ കോമ്പൗണ്ടിലുള്ള സൈനിക ആസ്ഥാനത്തിന് പുറത്തായിരുന്നു പ്രതിഷേധം നടന്നത്. പ്രതിഷേധത്തിനിടെ 1986-ൽ ദക്ഷിണ ലബനാനിൽ വെച്ച് കാണാതായ വ്യോമസൈനികൻ റോൺ അദാറിന്റെ ഭാര്യ താമി അറാദ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് ഉറക്കെ വായിച്ചു. സമയം അതിക്രമിക്കുകയാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇനിയിപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. എന്നിട്ടും ഗസയെ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ, താമി വിമർശിച്ചു. ബന്ദികളുടെ ജീവൻ രക്ഷിക്കണമെന്ന മുറവിളികൾ അവഗണിച്ചാണ് സൈനിക നീക്കവുമായി മുന്നോട്ട് പോകുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ഗസ കീഴടക്കാനുള്ള തീരുമാനം മരണക്കെണിയാകുമെന്ന ഇയാൽ സമീറിന്റെ നിരീക്ഷണം അവർ ആവർത്തിക്കുകയും ചെയ്തു. ഈ യുക്തിരഹിതമായ അനാവശ്യമായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മുൻ IDF തലവൻ ഡാൻ ഹാലൂട്സ് ആവശ്യപ്പെട്ടു. നമ്മെ ഇരുട്ടിലേക്ക് തള്ളിയിടരുതെന്ന് ഇയാൽ സമീറിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അസാധ്യമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഏതു നടപടിയും ബന്ദികളുടെ മരണത്തിലേക്ക് കലാശിക്കുമെന്ന് ഹലൂട്സ് ചൂണ്ടിക്കാട്ടി. ഭരണകൂടത്തിന്റെ ലക്ഷ്യം രാജ്യസുരക്ഷയല്ല എന്ന് റിസർവ് പൈലറ്റ് ഗൈ പൊറാൻ മാർച്ചിൽ ആരോപിച്ചു. നമ്മുടെ മക്കളെ ഗസയിൽ ബലി നൽകരുത്. രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം ജനതയുടെയും താൽപ്പര്യം ആവശ്യവുമെല്ലാം അവഗണിച്ചാണ് ഗസ കീഴടക്കാൻ ഭരണകൂടം നീക്കം നടത്തുന്നതെന്ന് സൈനികർ ചൂണ്ടിക്കാട്ടി. ലോകതലത്തിൽ ഇസ്രായേലിന്റെ നില പരുങ്ങിലാവുകയാണെന്നും ഗസയിലെ സാധാരണ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നതെന്നും ഗെയ് പൊറാൻ കൂട്ടിച്ചേർത്തു. നേരത്തെ വ്യോമസേനാ മേധാവി മേജർ ജനറൽ ടോമർ ബാറിന്റെ വസതിക്ക് മുന്നിലും പ്രതിഷേധം നടത്തിയിരുന്നു. സൈനികരുടെ അമ്മമാരാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. നിയമവിരുദ്ധ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സൈനികരുടെയും ബന്ദികളുടെയും ജീവൻ ബലി നൽകരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തം കാണിച്ച് ഈ ആത്മഹത്യാപരമായ പരാജയം നിർത്തിവെക്കാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. അമ്മമാരുടെ പ്രതിഷേധത്തിനിടയിലേക്ക് ടോമർ ബാർ എത്തിയതും വലിയ വാർത്തയായിരുന്നു. അമ്മമാരുമായി അദ്ദേഹം സംസാരിക്കുകയും അവരുടെ ആശങ്കകൾ ചോദിച്ചറിയുകയും ചെയ്തു വ്യോമസേനാ തലവൻ. ഇതിനു മുൻപ് ഗസ ഓപ്പറേഷനിൽ പ്രതിഷേധിച്ച് 100 കണക്കിന് വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ഒരു തുറന്ന കത്ത് വലിയ ചർച്ചയായിരുന്നു. 2025-ന്റെ ആരംഭത്തിൽ പ്രഖ്യാപിച്ച ഇടക്കാല വെടിനിർത്തൽ കരാർ തീർന്നതിന് പിന്നാലെ കഴിഞ്ഞ മാർച്ച് മാസം ഗസയിൽ ആക്രമണം പുനരാരംഭിച്ചിരുന്നു ഇസ്രായേൽ. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധ കത്ത് പുറത്തു വന്നത്. ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുന്നത് ബന്ദികളുടെ ജീവനും യുദ്ധത്തിന് പോകുന്ന സൈനികരുടെ ജീവനും ഒരേപോലെ അപകടത്തിലാകുമെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ബന്ദികളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ തെരുവിൽ വലിയ പ്രതിഷേധം കനപ്പിക്കുമ്പോഴായിരുന്നു അവരുടെ വികാരം ഏറ്റുപിടിച്ച് സൈനികരും രംഗത്തെത്തിയത്. ഏപ്രിൽ 10-ന് റിസർവ് റിട്ടയർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ആ തുറന്ന കത്ത് ദേശീയ മാധ്യമങ്ങളിലെല്ലാം മുഴുപേജ് പരസ്യമായി പ്രസിദ്ധീകരിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാലും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് സൈനികർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ പ്രധാനമായും രാഷ്ട്രീയ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ദേശീയ സുരക്ഷ മുൻനിർത്തിയിട്ടുള്ളതല്ല. യുദ്ധം തുടരുന്നത് ബന്ദികളുടെയും IDF സൈനികരുടെയും നിരപരാധികളായ സിവിലിയന്മാരുടെയും കുരുതിക്ക് കാരണമാകുമെന്നും കത്തിൽ
ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു.